ഹലോ, എല്ലാവർക്കും മൈക്രോബയോ ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ആണ്. അപ്പം നമ്മൾ കുറച്ച് ഹിസ്റ്ററി ഡിസ്കസ് ചെയ്തു, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ഡിസ്കസ് ചെയ്തു, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻ ബിറ്റ്വീൻ നമ്മൾ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് പറയുമെന്ന് പറഞ്ഞിരുന്നു. സ്റ്റെറിലൈസേഷൻ 2 പാർട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ഫസ്റ്റ് പാർട്ട്. എന്താണ് അപ്പോൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കണ്ടാമിനേഷൻ കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുന്നതോ ഡിസ്ട്രോയ് ചെയ്യുന്നതോ ആയ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റെറിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. The process by which an article, surface or medium is freed of all living microorganisms either in the vegetative or spore state. Very important. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ അങ്ങനെ തന്നെ പഠിക്കണം. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് അൻ ആർട്ടിക്കിൾ, ഒരു മെറ്റീരിയലോ ഒരു സർഫസോ ഒരു മീഡിയമോ മൈക്രോബിയൽ ഗ്രോത്ത് ഇല്ലാതെ, മൈക്രോ ഓർഗാനിസംസ് ഇല്ലാതെ ഉണ്ടെങ്കിൽ, ആ മൈക്രോ ഓർഗാനിസം ഓൾറെഡി പ്രസൻ്റ് ആണെങ്കിൽ അതിൻ്റെ വെജിറ്റേറ്റീവ് സെല്ലിനെയും സ്പോർട്സിനെയും കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ. ഇനി ഈ സ്റ്റെറിലൈസേഷനെ തന്നെ നമുക്ക് ഫിസിക്കൽ മെത്തേഡുണ്ട്, കെമിക്കൽ മെത്തേഡുണ്ട്, ഫിസിക്കോ കെമിക്കൽ മെത്തേഡ്സും ഉണ്ട്. ദെൻ വാട്ട് ഈസ് ഡിസിൻഫെക്ഷൻ? The process of elimination of most pathogenic microorganisms on inanimate objects. ഇനാനിമേറ്റ് ഒബ്ജക്ട്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇപ്പം ഇനാനിമേറ്റ് എന്ന് പറയുമ്പോൾ അനിമേറ്റ് നോൺ ലിവിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമ്മുടെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോർ അങ്ങനെയുള്ളിടത്തു നിന്നൊക്കെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ വെജിറ്റേറ്റീവ് സെല്ലിനെ മാത്രം, എക്സ്ക്ലൂഡിങ് ബാക്ടീരിയൽ സ്പോർ ഇല്ലാതെ സെല്ലിനെ മാത്രം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഡിസിൻഫെക്ഷൻ. മാറിപ്പോകരുത്. സ്റ്റെറിലൈസേഷനിൽ ഇൻക്ലൂഡിങ് ബാക്ടീരിയൽ സ്പോറാണ്. സ്പോറിനെയും വെജിറ്റേറ്റീവ് സെല്ലിനെയും സ്റ്റെറിലൈസേഷനിൽ റിമൂവ് ചെയ്യും. ഡിസിൻഫെക്ഷനിൽ നമ്മുടെ സെല്ലിനെ മാത്രമേ, പത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെ മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ. ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ ഡിസിൻഫെക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഓരോ ഡിസിൻഫെക്റ്റൻസിനും ഓരോ ടാർഗറ്റ് റേഞ്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ എല്ലാ ഡിസിൻഫെക്റ്റൻസും മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നവരായിരിക്കുമോ? അല്ല. ബാക്ടീരിയസിഡലും ഉണ്ടായിരിക്കും, ബാക്ടീരിയോ സ്റ്റാറ്റിക്കും ആയിട്ടുള്ള ഡിസിൻഫെക്റ്റൻസ് ഉണ്ടായിരിക്കും. ബാക്ടീരിയസിഡൽ ഇൻ ദ സെൻസ് എന്താണ്? കില്ല് ചെയ്യും, ബാക്ടീരിയ കില്ല് ചെയ്യുന്നതും. അല്ലെങ്കിൽ മൈക്രോബിസിഡൽ എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നത്. മൈക്രോബിയൽ സ്റ്റാറ്റിക് ഓർ ബാക്ടീരിയോ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ആ ബാക്ടീരിയയെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും, ഇനി അവരെ ഗ്രോ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഡിസിൻഫെക്ഷനിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഇപ്പോൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്നു, അതൊക്കെ എന്താണ്? ഡിസിൻഫെക്ഷനിലാണ് വരുന്നത്. മൈക്രോബയോളജി സ്റ്റുഡൻസിന് നമ്മൾ സ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ലാബിൻ്റെ ആ ഒരു ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? ഡിസിൻഫെക്റ്റൻസ് അല്ലേ? നമ്മളിപ്പോൾ ആൽക്കഹോൾ വെച്ച് വൈപ്പ് ചെയ്യുക, അതൊക്കെ എന്താണ്? ഒരു ഡിസിൻഫെക്ഷൻ മെത്തേഡായിട്ടാണ് നമ്മൾ പറയുന്നത്. എന്തെങ്കിലും കെമിക്കൽസ്, ആൽക്കഹോൾ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്തെങ്കിലും ഫീനോൾസ് ഒക്കെ വെച്ച് നമ്മൾ തറ ഒക്കെ തുടയ്ക്കുന്നുണ്ടല്ലോ, ഫീനോളിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഫീനോളിക് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, അതൊക്കെ ഏതിലാണ് വരുന്നത്? ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലാണ് വരുന്നത്. Decontamination is the process of removal of contaminating pathogenic microorganism. Decontamination നമുക്കറിയാം എന്താ, എപ്പോഴാണ് നമ്മൾ ഡീക്യാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്ന? നമ്മൾ മീഡിയയിലൊക്കെ ഗ്രോ ചെയ്യിപ്പിച്ചിട്ട്, മൈക്രോബ്സിനെയൊക്കെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഗ്രോ ചെയ്യിപ്പിച്ചിട്ട് ഈ പെട്രി ഡിഷസും ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ ഡീക്യാൻ ചെയ്യും അല്ലെങ്കിൽ ഡീകണ്ടാമിനേറ്റ് ചെയ്യും. അതായത് മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീകണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഓട്ടോക്ലേവ് യൂസ് ചെയ്യാറുണ്ട്, ഇല്ലേ? ഓട്ടോക്ലേവ് യൂസ് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ ഡീക്യാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീകണ്ടാമിനേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് സാനിറ്റൈസേഷൻ നമുക്കിപ്പം നല്ല ഫെമിലിയർ ആയിട്ടുള്ള സാധനമാണ്. കാരണം ഈ കോവിഡിൻ്റെയൊക്കെ ഒരു ഇത് വരവോടുകൂടി സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സാണ്. കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സാണ് എന്ത്? സാനിറ്റൈസ് ചെയ്യുക. യൂഷ്വലി ഇത് ഫുഡ് ഇൻഡസ്ട്രികളിലും യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഇൻഡസ്ട്രീസിൽ എന്തിനു വേണ്ടിയിട്ടാണ്? യൂട്ടൻസിൽസ് ഒക്കെ, ആ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സാനിറ്റൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു കണ്ടീഷൻ, ആ ഒരു മൈക്രോബ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവിയോൺമെൻറ്റിനെയാണ് എന്താണ് പറയുന്നത്? അസെപ്റ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. മൈക്രോബിയൽ ഫ്രീ എൻവിയോൺമെൻറ്റ്, മൈക്രോ ഓർഗാനിസംസ് ഇല്ലാത്ത ഒരവസ്ഥ, അതിനെയാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആൻറ്റിസെപ്സിസ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ മാച്ച് ചെയ്യാൻ എ കോളം എയും കോളം ബിയും കൂടെ മാച്ച് ചെയ്ത് എഴുതാൻ വരും. സ്റ്റേറ്റ്മെൻറ്റ് ഒരു സൈഡിൽ തരും, ഒരു സൈഡിൽ അസെപ്സിസ്, ആൻറ്റിസെപ്റ്റിസ്, ഡിസിൻഫെക്റ്റൻ്റ് അങ്ങനെയുള്ള ഇതൊക്കെ തരും. സോ അപ്പം എല്ലാവരും ഇത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ എഴുതി വെച്ച് പഠിക്കുക. ആൻറ്റിസെപ്സിസ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസിനെ, ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനെ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്ന് ക്ലീൻ ചെയ്യുന്ന, ഇപ്പോൾ എന്തെങ്കിലും ഒരു മുറിവൊക്കെ വരുന്നു, ആ ഒരു സ്ഥലം നമ്മൾ ക്ലീൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്ന ആ ഒരു സൈറ്റ് സ്കിന്നിൽ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആൻറ്റിസെപ്സിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാക്ടീരിയോസ്റ്റാസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. എന്ന് വെച്ചാൽ അവിടെ ബാക്ടീരിയ കില്ല് ചെയ്യുന്നുണ്ടോ? ഇല്ല. ബാക്ടീരിയയുടെ പോപ്പുലേഷൻ്റെ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ബാക്ടീരിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാക്ടീരിസിഡൽ. ബാക്ടീരിയയെ കില്ല് ചെയ്യുന്ന, ഇനാക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ബാക്ടീരിസിഡൽ എന്ന് പറയുന്നത്. ബാക്ടീരിസിഡലുണ്ട്, വൈറസിഡലുണ്ട്, ഫംഗിസിഡലുണ്ട്, മൈക്രോബിസിഡലുണ്ട്, സ്പോറിസിഡലുണ്ട്, ട്യൂബർക്കുലോസിഡലുണ്ട്, ജേർമിസിഡലുണ്ട്. അങ്ങനെ ഒത്തിരി സാധനങ്ങളുടെ നമ്മളിങ്ങനെ ഈ ഒരു ഗ്രോത്തിനെ അവരെ കില്ല് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സിഡൽ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആളാണ് എന്ത്? ആൻറ്റിബയോട്ടിക്സ്. നമുക്കറിയാം, ഒരു മൈക്രോ ഓർഗാനിസം മറ്റൊരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഒരു മൈക്രോ ഓർഗാനിസം മറ്റൊരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാ? നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചായിരുന്നു. ആരാ? പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ആക്സിഡൻ്റൽ ഡിസ്കവറി എന്നാണ് അതിനെ പറയുന്നത്. കാരണം എന്താ? അദ്ദേഹം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? സ്റ്റെഫൈലോകോക്കസ് ഓറിയസിൽ വേറെ എന്തോ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഏരിയയിൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസിൻ്റെ ഗ്രോത്ത് കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ഫംഗൽ കോളനി ഉണ്ടായിരുന്നു, ഒരു മോൾഡ് ഉണ്ടായിരുന്നു. സോ അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് പെൻസീലിയം എന്ന് പറയുന്ന ഫംഗസിൻ്റെ ഗ്രോത്ത് ആണെന്നും കണ്ടുപിടിച്ചു. അപ്പോൾ അതിലെന്തോ ഒരു സബ്സ്റ്റൻസ് ഈ സ്റ്റെഫൈലോകോക്കസിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ്റെ ജനനം, അല്ലേ? അല്ലെങ്കിൽ ഡിസ്കവറി എന്നൊക്കെ പറയാം, അല്ലേ? ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക്കിനെ കണ്ടുപിടിച്ചത് അങ്ങനെ. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ഈ ഒരു പോർഷൻ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ ഹിസ്റ്ററിയിൽ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കാത്തവർ അതവിടെ പോയി വായിച്ച് നോക്കി പഠിക്കണം, ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കണം. സോ നമ്മുടെ ഇനി വരുന്നത് കോമൺ ആയിട്ട് എന്തൊക്കെ മെത്തേഡ്സാണ് സ്റ്റെറിലൈസേഷനിലുള്ളത്. ഇവിടെ നമുക്ക് നോക്കി കാണാം, ഫിസിക്കൽ മെത്തേഡും ഉണ്ട്, കെമിക്കൽ മെത്തേഡും ഉണ്ട്, ഫിസിയോ കെമിക്കൽ മെത്തേഡും ഉണ്ട്. നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫിസിക്കൽ മെത്തേഡ്സും കെമിക്കൽ മെത്തേഡ്സുമാണ്. ഫിസിക്കൽ മെത്തേഡ്സിനെ സൺലൈറ്റ്, ഹീറ്റ്, വൈബ്രേഷൻ, റേഡിയേഷൻ, ഫിൽട്രേഷൻ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഹീറ്റിനെ പിന്നെ ഫർദർ ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഡ്രൈ ഹീറ്റിൽ റെഡ് ഹോട്ട്, ഫ്ലെയിമിങ്, ഇൻസിനറേഷൻ, ഹോട്ട് എയർ ഓവൻ, ഇൻഫ്രാറെഡ് റേസ് അതൊക്കെ വരുന്നുണ്ട്. മോയിസ്റ്റ് ഹീറ്റിലാണ് ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്, അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, എബവ് 100 ഡിഗ്രി സെൽഷ്യസ് വരുന്നത്. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റേഡിയേഷൻ. അയണൈസിങ് റേഡിയേഷനും ഉണ്ട്, നോൺ അയണൈസിങ് റേഡിയേഷനും ഉണ്ട്. പിന്നീട് വരുന്നതാണ് ഫിൽട്രേഷൻ. ഫിസിക്കൽ മെത്തേഡിൽ പിന്നെ വരുന്നതാണ് ഫിൽട്രേഷൻ. അതിൽ തന്നെ എർത്ത് വെയർ മെത്തേഡ് ഉണ്ട്, ആസ്ബറ്റോസ് ഉണ്ട്, സിൻറ്റേഡ് ഗ്ലാസ് മെത്തേഡ് ഉണ്ട്, മെമ്പറൈൻ ഫിൽറ്റേഴ്സ് ഉണ്ട്. പിന്നീട് കെമിക്കൽ സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ് ലിക്വിഡ്സ്, ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്, ഫീനോളിക്സ്, ഹാലോജൻസ്, ഹെവി മെറ്റൽസ്, സർഫാക്റ്റീവ് ഏജൻസ്, ഡൈസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഡിസിൻഫെക്ഷൻ ഓർ സ്റ്റെറിലൈസേഷൻ. പിന്നീട് ഗേഷ്യസ് വരുമ്പോൾ ഫോർമാൽഡിഹൈഡ്, ഈഥിലീൻ ഓക്സൈഡ്, പ്ലാസ്മ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, ഗ്ലൂട്രാൽഡിഹൈഡും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റെറിലൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നിങ്ങൾ ഓർക്കും, ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്, സ്റ്റെറിലൈസേഷൻ മാത്രം പഠിച്ചാൽ പോരെ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടാകുമല്ല. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പം നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം.
നേച്ചർ ഓഫ് ഹീറ്റ് അല്ലെ, ഏത് ടൈപ്പ് ഹീറ്റ് ആണെന്നുള്ളത് സ്റ്റെറിലൈസേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മോയിസ്റ്റ് ഹീറ്റാണോ ഡ്രൈ ഹീറ്റാണോ എന്നുള്ളതൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഡ്രൈ ഹീറ്റിനേക്കാട്ടിലും മോർ ഇഫക്റ്റീവാണ്. ഓർത്തിരിക്കണം, മോയിസ്റ്റ് ഹീറ്റ് ഈസ് മോർ ഇഫക്റ്റീവ് ദാൻ ഡ്രൈ ഹീറ്റ്. ഒരിക്കലും തിരിഞ്ഞു പോകല്ലേ. അതായത് ഓട്ടോക്ലേവിൽ, മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോക്ലേവ് ഓർത്തോണം. ഓട്ടോക്ലേവിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഒരു ഹോട്ട് എയർ ഓവനിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നതിനേക്കാളും ഇഫക്റ്റീവാണ്. ഓർത്തോണം മോയിസ്റ്റ് ഹീറ്റ്. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനൊരു എളുപ്പത്തിന് ഞാൻ പറയുന്നതാണ്. നിങ്ങൾ മൈക്രോബയോളജി എന്തായാലും BSc മൈക്രോബയോളജി കഴിഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ BSc മൈക്രോബയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് എങ്ങനെയെങ്കിലും ഒരു ഉദാഹരണമൊക്കെ വെച്ച് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പഠിച്ച് വെച്ചോണം, ഓർത്ത് വെച്ചോണം. ടെമ്പറേച്ചർ ആൻഡ് ടൈം, എത്ര ടെമ്പറേച്ചറിൽ എത്ര ടൈം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ബാധിക്കുന്നുണ്ട്. പിന്നെ എത്ര മൈക്രോബിയൽ ലോഡ് എത്രയാണെന്നുള്ളത്, അതായത് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസവും സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് മൈക്രോബിയൽ ലോഡ് കൂടുതലാണെങ്കിൽ കൂടുതൽ ടൈം അല്ലെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചറിൽ സ്റ്റെറിലൈസ് ചെയ്യണം. നേച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസം, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ടൈപ്പ്, എന്ത് ടൈപ്പ് മൈക്രോ ഓർഗാനിസം ആണ് ഉള്ളത്, സ്പോർട്സ് ആണോ വെജിറ്റേറ്റീവ് സെൽസ് ആണോ, അതൊക്കെ സ്റ്റെറിലൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ്, അതായത് ഏത് ടൈപ്പ് ആർട്ടിക്കിളാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് യൂസ് ചെയ്യുന്നത്. അതായത് നല്ലപോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണെങ്കിൽ ഹയർ ടെമ്പറേച്ചറും പ്രൊലോങ്ഡ് ടൈമും വേണം എക്സ്പോഷർ. ഇനി ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ ലോങ് ടൈം നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടി വരും. പ്രസൻസ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ, എന്തെങ്കിലും ഓർഗാനിക് മെറ്റീരിയലൊക്കെ ഉണ്ടോ ഇപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന മീഡിയത്തിൽ, എഗ് മീഡിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോട്ടീൻ കണ്ടെയ്നിങ്, ഷുഗർ കണ്ടെയ്നിങ് ആയിട്ട് ഓയിലൊക്കെ ഉള്ള മീഡിയ ആണെങ്കിൽ അതനുസരിച്ച് വേണം സ്റ്റെറിലൈസേഷൻ എന്ന പ്രോസസ്സ്. സോ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം സ്റ്റെറിലൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? നേച്ചർ ഓഫ് ഹീറ്റ്, ടെമ്പറേച്ചർ ആൻഡ് ടൈം, നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, നേച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, പ്രസൻസ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ. ഫസ്റ്റ് ഫിസിക്കൽ മെത്തേഡ്, ദറ്റ് ഈസ് സൺലൈറ്റ്. ഓർത്തിരുന്നോണം, ഫസ്റ്റ് ഫിസിക്കൽ മെത്തേഡാണ് എന്ത്, സൺലൈറ്റ് എന്ന് പറയുന്നത്. സൺലൈറ്റ് നമുക്ക് തന്നെ ഈ മൈക്രോബയോളജി ഒന്നും പഠിക്കാതെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്ത്, എന്തോ ഒരു സ്റ്റെറിലൈസേഷൻ പവർ സൺലൈറ്റിനുണ്ട്, ഒരു ജേർമിസിഡൽ എഫക്റ്റ് ഉണ്ട് നമ്മുടെ സൺലൈറ്റിന്. കാരണം നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ ഈ ഒരു സൺലൈറ്റിനെ പല കാര്യങ്ങൾക്ക്, ഇപ്പം തുണിയൊക്കെ നനച്ചിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാൽ പിന്നെ സൺലൈറ്റ് വേണ്ട, വീടിനകത്തിട്ട് ഉണക്കുന്ന, ഇപ്പം മഴക്കാലത്തൊക്കെ നമ്മൾ തുണിയൊക്കെ കഴുകി വീടിൻ്റെ അകത്തിടാറുണ്ടല്ലേ, ക്ലോത്തൊക്കെ നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അകത്തിടും. അപ്പോൾ ആ വീടിനകത്തിടുന്ന ക്ലോത്തിനൊരു സ്മെല്ലൊക്കെ ഉണ്ട്, ഡിഫറെൻറ്റ് ഒരു ബാഡ് സ്മെല്ലാണുള്ളത്. അതെന്തായിരിക്കും? ഇന്ന് ഉണങ്ങുന്നുണ്ടല്ലോ, വീടിനകത്ത് ഫാനിൻ്റെ അടിയിൽ ഇട്ടിട്ടും ഉണങ്ങുന്നുണ്ടല്ലോ. അവിടെ എന്താണ്, അവിടെ ഒരു ചാൻസ് ഉണ്ട്, മൈക്രോബ്സിൻ്റെ ഗ്രോത്തിനുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം നമ്മൾ സൺലൈറ്റിലിട്ടാണ് ഉണക്കുന്നതെങ്കിൽ അവർക്കൊരു ജേർമിസിഡൽ എഫക്റ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ സൺലൈറ്റിൻ്റെ കേസ്. ഇനി ഈ സൺലൈറ്റിന് നമ്മൾക്ക് നമ്മുടെ മൈക്രോബയോളജിയിലോട്ട് വരുമ്പോഴും ഒരു അപ്രീഷ്യബിൾ ആയിട്ടുള്ള റോള് തന്നെ ബാക്ടീരിയസിഡൽ ആക്ടിവിറ്റിയിലുണ്ട്. ഒരു സ്പോണ്ടേനിയസ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ഇവർ കാണിക്കുന്നുണ്ട്. UV light along with heat shows germicidal activities in a tropical countries. For example, Semple and Greek showed that typhoid bacilli exposed to direct sunlight are killed in 2 hours. ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടുവന്ന് ടെമ്പിളും ഗ്രീക്കും പറഞ്ഞ കാര്യമാണ് എന്ത്, അവർ കണ്ടുപിടിച്ചാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്ത് ടൈഫോയിഡിൻ്റെ ബാക്ടീരിയയിൽ വെച്ചാൽ ആ ബാക്ടീരിയ കില്ലാകുന്നുണ്ട്. സോ ഈ ഒരു സൺലൈറ്റിനൊരു സ്റ്റെറിലൈസേഷൻ ആക്ടിവിറ്റി ഉണ്ട്. സൺലൈറ്റിൽ UV റേസ് ഉണ്ട്, കൂടെ ഹീറ്റുമുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പം ഒരു ജേർമിസിഡൽ ആക്ടിവിറ്റി ഉണ്ട്. നെക്സ്റ്റ് ഡ്രൈയിങ്. ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളൊരു മോയ്സ്ചർ കണ്ടൻ്റ് ഉണ്ട്, അതില്ലാതെ ആക്കും. ഫുള്ളായിട്ട് അതിനെ ഡ്രൈ ചെയ്യും. ആ ഒരു മീഡിയത്തിനെ, അല്ലെങ്കിൽ അവരിയ്ക്കുന്ന ആ മീഡിയത്തിനെ ഡ്രൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഡ്രൈയിങ്. ഇത് കുറേ ബാക്ടീരിയകളിലൊക്കെ ഡിലീറ്റീരിയസ് എഫക്റ്റ് ഉണ്ടാക്കും. അവരെയൊക്കെ അവർക്ക് പിന്നെ ഗ്രോ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ, മോയ്സ്ചർ ഇല്ലാതെ
പോകാൻ സാധ്യതയുണ്ട്. എങ്കിൽ കൂടി നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സ്പോർസ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ ഡ്രൈയിങ് ഓർ സ്പോർസ് ആർ അൺഅഫക്റ്റഡ് ബൈ ഡ്രൈയിങ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സ്പോർസ് ആർ അൺഅഫക്റ്റഡ് ബൈ ഡ്രൈയിങ്. സ്പോർസ് ആർ അൺഅഫക്റ്റഡ് ബൈ ഡ്രൈയിങ്. സ്പോർസ് ആർ അൺഅഫക്റ്റഡ് ബൈ ഡ്രൈയിങ്. നെക്സ്റ്റ് ഹീറ്റ് തന്നെ നമുക്കറിയാം. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട് ഹീറ്റിങ്, ഡ്രൈ ഹീറ്റും ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡും ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ ഡ്രൈയിങ്ങിൽ പിന്നെ എന്താ, ബാക്ടീരിയയുടെ ആ ഒരു ഡ്രൈ ചെയ്യുമ്പോൾ ആ സെല്ലിനകത്തുള്ള ആ വാട്ടർ കണ്ടൻറ്റ് എല്ലാം പോകും. ഒരു സ്പെസിഫിക് നമ്മൾ വാട്ടർ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ് ഫുഡ് മൈക്രോബയോളജിയിൽ പഠിക്കുന്നുണ്ട്. ആ ഒരു സെല്ലിനകത്തുള്ള വാട്ടർ കണ്ടൻ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു ഡിലീറ്റീരിയസ് എഫക്റ്റാണ് അവിടെ ഉണ്ടാകുന്നത്. അത് ഓർത്തോണം. അത് കൂടാതെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ സ്പോർസ് ആർ അൺഅഫക്റ്റഡ് ബൈ ഡ്രൈ. ഹീറ്റ് 2 ടൈപ്പ് ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റുമുണ്ട്, ഡ്രൈ ഹീറ്റുമുണ്ട്. ഇനി ഹീറ്റിൽ കൂടുതലായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീനിൻ്റെ ഡീനാച്ചുറേഷൻ നടക്കും, ഓക്സിഡേറ്റീവ് ഡാമേജ് ഉണ്ടാകും, ടോക്സിക് എഫക്ട്സ് ഒക്കെ ഉണ്ടാകും. സോ അങ്ങനെയായിരിക്കും ബാക്ടീരിയയുടെ കില്ലിംഗ് ഒക്കെ അവിടെ നടക്കുന്നത്. സോ ഇനി നമ്മുടെ ഈ ഒരു മോയിസ്റ്റ് ഹീറ്റിലേക്ക് വരുവാണെങ്കിൽ കൊയാഗുലേഷൻ ആൻഡ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ ഒക്കേഴ്സ്. ഓർത്തിരുത്തോണം, മോയിസ്റ്റ് ഹീറ്റ് വഴി കൊയാഗുലേഷൻ ആൻഡ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ ഒക്കേഴ്സ്. മോയിസ്റ്റ് ഹീറ്റ് ആർ സുപ്പീരിയർ ദാൻ ഡ്രൈ ഹീറ്റ്. ഡ്രൈ ഹീറ്റിനെക്കാട്ടിലും ഇഫക്റ്റീവ് ആരാണ്? മോയിസ്റ്റ് ഹീറ്റാണ്. ടെമ്പറേച്ചർ റിക്വയർഡ് ടു കിൽ മൈക്രോബ് ബൈ ഡ്രൈ ഹീറ്റ് ഈസ് മോർ ദാൻ ദ മോയിസ്റ്റ് ഹീറ്റ്. മോയിസ്റ്റ് ഹീറ്റിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ടെമ്പറേച്ചർ കൂടുതലാണ് ഡ്രൈ ഹീറ്റിൽ യൂസ് ചെയ്യുന്നത്. ദ തെർമൽ ഡെത്ത് ടൈം ഈസ് ദ മിനിമം ടൈം റിക്വയർഡ് ടു കിൽ എ സസ്പെൻഷൻ ഓഫ് ഓർഗാനിസം അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് ടെമ്പറേച്ചർ ഇൻ എ സ്പെസിഫൈഡ് എൻവയോൺമെൻറ്റ്. തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത് ഒരു മിനിമം ടൈം എത്രയാണ് ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടത് എന്നതിനെയാണ് തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത്. തെർമൽ ഡെത്ത് ടൈം, TDT, തെർമൽ ഡെത്ത് ടൈം. അതിൽ തന്നെ ഡ്രൈ ഹീറ്റാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ഡ്രൈ ഹീറ്റിൽ ആദ്യത്തെ ആളാണ് ആര്? റെഡ് ഹീറ്റ് ഓർ റെഡ് ഹോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇനോക്കുലം ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂപ്പൊക്കെ റെഡ് ഹോട്ട് ആക്കാറുണ്ട് ഇല്ലേ? ആ ഒരു പ്രോസസ്സ് ഫ്ലെയിമിൽ നമ്മൾ ലൂപ്പൊക്കെ റെഡ് ഹീറ്റ് ചെയ്യാറുണ്ട്. ആ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? റെഡ് ഹീറ്റ് എന്ന്. ഈ മെത്തേഡിനെ നമ്മൾ സിമ്പിൾ ആൻഡ് മോർ ഇഫക്റ്റീവ് എന്നാണ് പറയുന്നത്. സിമ്പിൾ ആൻഡ് മോർ ഇഫക്റ്റീവ്. സിമ്പിൾ മെത്തേഡ് ഫോർ ഇഫക്റ്റീവ് സ്റ്റെറിലൈസേഷൻ. അതായത് സിമ്പിൾ മെത്തേഡാണ്, പക്ഷേ മോർ ഇഫക്റ്റീവ് ആണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു ലൂപ്പിൽ നിന്ന് ഈക്കോളെ എടുത്തു, ഈക്കോളെ നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ സ്ട്രീക്ക് ചെയ്തു, എന്തെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തു, അതിനെ ഇനോക്കുലേറ്റ് ചെയ്തു. ദെൻ അടുത്ത കൾച്ചർ നമുക്കിരിക്കുന്നത് സ്യൂഡോമോണാസ് ആണ്. അപ്പോൾ സ്യൂഡോ എടുക്കണം നമുക്ക്. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കയ്യിലിരിക്കുന്ന ലൂപ്പ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി, റെഡ് ഹീറ്റ് ചെയ്താൽ മതിയല്ലോ. സോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആൻഡ് മോർ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്, ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ലൂപ്പ് എന്ത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? റെഡ് ഹോട്ട് ആകുന്ന ആ ഒരു മെറ്റീരിയൽ, പെട്ടെന്ന് അത് തണുക്കുകയും ചെയ്യും. ആ മെറ്റീരിയൽ ഏതാണ്? എല്ലാവരും ഓർത്തിരുന്നോണം, നിക്രോം വയേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നിക്രോം വയേഴ്സ്, നിക്രോം. നെക്സ്റ്റ് ഫ്ലെയിമിങ്. നമ്മൾ ഫ്ലെയിമിൽ കാണിക്കും. നമുക്കിപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് ട്യൂബ്സിലോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ലാഫിലൊക്കെ എന്ത് ചെയ്ത് വെക്കും? ഫ്ലെയിം കത്തിച്ച് വെച്ചിട്ട് ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ഈ ഫ്ലെയിമിങ്ങിന് ഒരു ബൺസൺ ബർണർ നമ്മൾ കത്തിച്ച് വെക്കും. അതെന്ന് പറയുന്നത് പക്ഷേ എന്തല്ല, ഹീറ്റിംഗ് അല്ല, റെഡ് ഹീറ്റ് എന്ന് പറയുന്ന മെത്തേഡ് അല്ല അവിടെ നടക്കുന്നത്. ജസ്റ്റ് നമ്മളിങ്ങനെ ഫ്ലെയിമിൽ കാണിക്കും, ടെസ്റ്റ് ട്യൂബിൻ്റെയൊക്കെ മൗത്ത്, ദെൻ കോട്ടൺ പ്ലഗ് ചെയ്ത് വെക്കും. സോ അതും ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഇവിടെയും എന്താണ്, മൈക്രോബിയൽ എക്സ്പോഷർ ലിമിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇൻസിനറേറ്റേഴ്സ് നമുക്കറിയാം. നാപ്കിനൊക്കെ നമ്മുടെ കോളേജുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നാപ്കിനൊക്കെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസിനറേറ്റേഴ്സ്. സോ അതേപോലെ തന്നെ ഇപ്പം ഹോസ്പിറ്റൽ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അവിടുത്തെ പോസ്റ്റ് സർജറി വേസ്റ്റ് ഒക്കെ കാണും, ബയോ വേസ്റ്റുകളൊക്കെ കാണും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇൻസിനറേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ ഇപ്പം ആനിമൽ കർക്കാസസ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഇൻസിനറേഷൻ നടത്തും. ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് ഇൻസിനറേറ്ററിൻ്റെ.
നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇൻസിനറേറ്റർ. പത്തോളജിക്കൽ മെറ്റീരിയൽസിന് ഇപ്പം ഹോസ്പിറ്റൽ ബെഡിങ്സ് അതൊക്കെ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻസിനറേറ്റേഴ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ നമുക്കറിയാം ഗ്ലാസ് വെയേഴ്സ്, അതായത് നമ്മുടെ ഗ്ലാസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്, ഹോട്ട് എയർ ഓവൻ. ഈ ഹോട്ട് എയർ ഓവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആണ് ഹോട്ട് എയർ ഓവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഹോട്ട് എയർ ഓവൻ്റെ ടെമ്പറേച്ചർ 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour. 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour ആണ് ഹോട്ട് എയർ ഓവൻ. ഓർത്തിരിക്കണം, 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour. The oven should be fitted with a thermostat control temperature indicator, meshed shells and must have adequate insulation. സോ അപ്പോൾ ഓവൻ എന്തൊക്കെ വേണം, ഒരു തെർമോസ്റ്റാറ്റ് കൺട്രോൾ വേണം, ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ വേണം, ഷെൽഫ് വേണം, പിന്നെ അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഹീറ്റൊന്നും പുറത്തോട്ട് പോകുകയോ അകത്തോട്ട് വരികയോ ഒന്നും ചെയ്യാതെ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി എന്തൊക്കെ ആർട്ടിക്കിൾസ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്? ഗ്ലാസ് വെയേഴ്സ് യൂസ് ചെയ്യാം, ഫോർസെപ്സ്, സിസേഴ്സ്, സ്കാൽപ്പൽസ്, സിറിഞ്ച്, ഗ്ലാസ് സിറിഞ്ചസ് ഒക്കെ യൂസ് ചെയ്യാം, സ്വാബ്സ്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്, അതായത് ലിക്വിഡ് പാരഫിൻ, ഡസ്റ്റിംഗ് പൗഡർ, ഫാറ്റ്, ഗ്രീസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഈ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്തുകൊണ്ടാണ്. എന്ന് വെച്ച് ഈ ഹോട്ട് എയർ ഓവനിൽ നമ്മൾ എല്ലാ സാധനങ്ങളും കൊണ്ട് ഇങ്ങനെ തിക്കി അങ്ങനെയല്ല വെക്കുന്നത്. ഒരു എയർ സർക്കുലേഷൻ നടക്കുന്ന രീതിയിൽ ഓവർലോഡഡ് അല്ലാതെ നമ്മൾ അറേഞ്ച് ചെയ്ത് അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഹോട്ട് എയർ ഓവനിൽ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ വെക്കുന്ന ഗ്ലാസ് വെയേഴ്സ് പെർഫെക്റ്റ്ലി ഡ്രൈഡ് ആയിരിക്കണം. അതിനകത്ത് വാട്ടർ വേപ്പേഴ്സോ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി ടെസ്റ്റ് ട്യൂബ്സും പെട്രി ഡിഷസൊക്കെ എങ്ങനെ ആയിരിക്കണം, പേപ്പർ വെച്ച് നമ്മൾ റാപ്പ് ചെയ്താണ് ഹോട്ട് എയർ ഓവനുള്ളിൽ വെക്കുന്നത്. ഇനി റബ്ബർ മെറ്റീരിയൽസ് ഒന്നും ഈ ഒരു ഹോട്ട് എയർ ഓവൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാറില്ല. നമ്മൾ കട്ടിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഒഫ്താൽമിക് സർജറിക്കൊക്കെ യൂസ് ചെയ്യുന്ന കട്ടിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട്. 150 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 hour ആണതിന്. സോ യൂഷ്വലി നമ്മൾ 160 ഡിഗ്രി സെൽഷ്യസ് യൂസ് ചെയ്യാറുണ്ടെങ്കിലും അവിടെ ഒരു ഹോൾഡിംഗ് ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു 60 മിനിറ്റ് 160 ഡിഗ്രി സെൽഷ്യസിലൊന്ന് ഹോൾഡ് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. ഇനി നമ്മൾ ഇപ്പം ഒരു 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 40 മിനിറ്റ്സ് എടുത്തു എന്ന് കരുതിക്കോ. ആ 160 ഞാനത് 170 ആക്കി മാറ്റുവാണെങ്കിൽ ടൈം 50% കുറയ്ക്കണം. 160 ഡിഗ്രി 40 മിനിറ്റ്സ് ആണെങ്കിൽ അത് 160 ഡിഗ്രി 20 മിനിറ്റ്സ് ആയിട്ട് കുറയ്ക്കണം. അപ്പം നമ്മുടെ യൂഷ്വൽ പ്രൊസീജിയർ പ്രിൻസിപ്പിളിൽ നമ്മൾ എത്രയാണ് പഠിച്ചത്, 160 ഡിഗ്രി ഫോർ 1 hour. അപ്പം അല്ലാതെ ഒരു ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 160 ഡിഗ്രി 1 hour ആണ്. അപ്പോൾ അതല്ലാതെ നമ്മൾ ഒരു ഹോൾഡിംഗ് പീരീഡൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പം എന്ത് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യണം. അങ്ങനെ ആ സ്റ്റെറിലൈസ് ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ ചിലപ്പോൾ കൂട്ടി കൊടുക്കാം. ഇതേ കണ്ടോ, ഇവിടെ 170 നിന്ന് 180 ആയിട്ട് മാറിയപ്പോഴത്തേക്കും ടെമ്പറേച്ചറും എത്രയായിട്ട് മാറി, 20 മിനിറ്റ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അതൊന്ന് നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതായത് ഈ സ്റ്റെറിലൈസേഷൻ പ്രോപ്പറായിട്ടാണോ നടക്കുന്നതെന്നറിയാൻ, ഈ സ്റ്റെറിലൈസേഷൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഈ ഹോട്ട് എയർ ഓവനിൽ നമ്മൾക്ക് ഫിസിക്കലും കെമിക്കലും ബയോളജിക്കലും മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫിസിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചാർട്ട് റെക്കോർഡർ ഉണ്ട്, അല്ലെങ്കിൽ തെർമോകപ്പിൾ ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് ടെമ്പറേച്ചർ കറക്റ്റ് ആണോ, അതുകൊണ്ട് സ്റ്റെറിലൈസേഷൻ എഫക്റ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റും. കെമിക്കൽ മെത്തേഡിൽ നമ്മൾ ബ്രൗണീസ് ട്യൂബ് നമ്പർ 3 ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഗ്രീൻ സ്പോട്ടുള്ള നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബ്സ്, ഈ ബ്രൗണീസ് ട്യൂബ്സ് വെക്കും. ഈ ബ്രൗണീസ് ട്യൂബ്സിൻ്റെ കളർ റെഡ് കളറാണെങ്കിൽ അത് ഗ്രീൻ കളറായിട്ട് മാറും. റെഡ് ടു ഗ്രീൻ മാറിപ്പോകരുത്, ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോൾ ഒന്ന് തെറ്റിയെന്ന് തോന്നുന്നു. റെഡ് ടു ഗ്രീൻ ആയിരിക്കണം ചേഞ്ച് നടക്കുന്നത്. റെഡ് ടു ഗ്രീൻ നമുക്ക് എന്ത് ചെയ്യണം, ചേഞ്ച് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോപ്പറാണ് എന്ന് പറയാം. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ബയോളജിക്കൽ മെത്തേഡാണ്. അതിൽ നമ്മൾ 106 സ്പോർസ് ഓഫ് നോൺ ടോക്സിജനിക് ക്ലോസ്ട്രീഡിയം ടെറ്റനിക്, നോൺ ടോക്സിജനിക് ആയിട്ടുള്ള ക്ലോസ്ട്രീഡിയം ടെറ്റനിയുടെ 106 സ്പോർസ് നമ്മൾ ഉള്ള ഒരു സ്ട്രിപ്പ് കിട്ടും വാങ്ങിക്കാൻ. ആ സ്ട്രിപ്പ് നമ്മൾ
ഈ ഒരു നമ്മുടെ ഹോട്ട് എയർ ഓവനുള്ളിൽ വെക്കുക, സ്റ്റെറിലൈസേഷൻ നടത്തുക. സ്റ്റെറിലൈസേഷന് ശേഷം ഈ സ്ട്രിപ്പ് എടുക്കുക. സ്ട്രിപ്പ് നമ്മൾ തയോഗ്ലൈക്കൊലേറ്റ് ബ്രോത്തിലോട്ട് ഇനോക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മളൊരു 3 to 5 days ഇതിനെ ഇൻക്യുബേറ്റ് ചെയ്യും. സോ ഈ ഇൻക്യുബേഷന് ശേഷവും നമ്മുടെ സ്റ്റെറൈൽ മീഡിയത്തിലാണല്ലോ നമ്മൾ കൊടുത്തത്, ഗ്രോത്ത് ഒന്നും ഇല്ല എങ്കിൽ പ്രോപ്പറായിട്ടാണ് നമ്മുടെ ഹോട്ട് എയർ ഓവൻ വർക്ക് ചെയ്യുന്നത് എന്ന് പറയാം. ഇനി ഹോട്ട് എയർ ഓവൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസിനൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. സ്റ്റെറിലൈസേഷന് ശേഷവും നമ്മൾ വെക്കുന്ന ആ ഒരു ആർട്ടിക്കിൾസ്, ഗ്ലാസ് വെയർസ് ഒക്കെ എങ്ങനെ ആയിരിക്കും? ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. ആസ് കമ്പയർ ടു മോയ്സ്റ്റ് ഹീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ മോർ ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓയിൽസും പൗഡേഴ്സൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഡ്രൈ ഹീറ്റ് മെത്തേഡ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എയർ എന്താണ്, ഒരു ഹീറ്റിൻ്റെ പുവർ കണ്ടക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ എയറിൽ കൂടെയുള്ള ഈ ഒരു ഹീറ്റിൻ്റെ പെനിട്രേഷനുള്ള സാധ്യത ചിലപ്പോൾ കുറയാം, അല്ലേ? കുറേ അത്ര എഫക്റ്റീവായിട്ട് ഹീറ്റ് പെനിട്രേറ്റ് ചെയ്യണം എന്നില്ല മെറ്റീരിയൽസിൻ്റെയൊക്കെ ഉള്ളിൽ. ഇനി നമ്മൾ കോട്ടൺ ഒക്കെ വെക്കുവാണ് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്, ടെസ്റ്റ് ട്യൂബൊക്കെ കോട്ടൺ പ്ലഗ് ചെയ്തൊക്കെ വെക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഉണ്ടായാൽ അത് ചിലപ്പോൾ ചൂട് കാരണം കരിയാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഗ്ലാസസ് ഒക്കെ ഒരു സ്മോക്കി അപ്പിയറൻസ് ഉണ്ടായിരിക്കും ഗ്ലാസസിലൊക്കെ. ഇനി ഓട്ടോക്ലേവിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ടൈം വേണം നമ്മുടെ ഹോട്ട് എയർ ഓവന്. നെക്സ്റ്റ് IR, ഇൻഫ്രാറെഡ് റേസ്. ഹീറ്റ് നന്നായിട്ട് ഹീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡ്രൈ ഹീറ്റ് മെത്തേഡാണ് ഈ IRും ഇൻഫ്രാറെഡ് റേസും വരുന്നത്. 180 degrees Celsius ആണ് ഇൻഫ്രാറെഡ് റേസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 7.5 minutes ആയിരിക്കും ആർട്ടിക്കിൾസ് ആ ഒരു ടെമ്പറേച്ചറിൽ എക്സ്പോസ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബ്രൗണീസ് ട്യൂബ് നമ്പർ 4 ആണ്. ദാറ്റ് മീൻസ് ബ്ലൂ സ്പോട്ട്. നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് എന്തായിരുന്നു? ഗ്രീൻ സ്പോട്ട് ആയിരുന്നു. അത് ബ്രൗണീസ് ട്യൂബ് നമ്പർ 3 ആയിരുന്നു, ഓർത്തോണം. എവിടെയായിരുന്നു നമ്മളത് യൂസ് ചെയ്തത്? ഹോട്ട് എയർ ഓവൻ്റെ എഫിഷ്യൻസി നോക്കാൻ. ഇവിടെ ഇൻഫ്രാറെഡിൻ്റെ നോക്കാൻ ട്യൂബ് നമ്പർ 4 ആണ്, ബ്ലൂ സ്പോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ഇൻഫ്രാറെഡ് റേസിൻ്റെ ആ ഒരു മെഷീൻ, ആ ഒരു ഇൻഫ്രാറെഡ് ആ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. മോയിസ്റ്റ് ഹീറ്റും ടെമ്പറേച്ചർ ബിലോ 100, അറ്റ് 100, എബോവ് 100ൻ്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്കിനി പഠിക്കാനുണ്ട്. സോ ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നിങ്ങളെല്ലാവരും ഇതെല്ലാം വായിച്ച് നോക്കണം. നിങ്ങൾ എന്ത് പഠിച്ചാലും എപ്പോഴും പറയാറുള്ളത് പോലെ കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം. പ്രീവിയസ് ആയിട്ട് പഠിച്ചതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം. അതേപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടോ MCQs ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചോദിച്ചാൽ നമ്മൾ നോട്ട് ഇടുന്നതായിരിക്കും. ഞാൻ അതത് ക്ലാസ്സുകളുടെ നോട്ടുകൾ ഇട്ട് പോകുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ ഇനി ക്വസ്റ്റ്യൻസിന് വേണം, ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രമായിട്ടൊരു ക്ലാസ് വേണമെങ്കിൽ നമ്മൾ സ്റ്റെറിലൈസേഷൻ്റെ പാർട്ട് 2 കൂടെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നമ്മുടെ ബേസിക്സ് ഓഫ് മൈക്രോബയോളജി, ആ ഹിസ്റ്ററി മുതൽ ഈ ഒരു ഏരിയ വരെയുള്ള MCQസിൻ്റെ നമ്മളൊരു വീഡിയോ ആഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു ഓൾ. അതേപോലെ എല്ലാവരും ഈ പ്രീവിയസ് വീഡിയോസും ക്ലാസ്സസും ഒക്കെ കാണണം. നമ്മളിപ്പോൾ ഒരു 2-3 ദിവസം ഡിലേ വന്നു. കാരണം സാറ്റർഡേ സൺഡേ നമ്മൾ ഓൾറെഡി സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവിഷൻ ചെയ്യണം, റിവിഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന്. നമ്മുടെ ചാനലിൽ തന്നെ ASRB നെറ്റ് എന്നുള്ള ആ ഒരു പ്ലേലിസ്റ്റിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ എല്ലാവരും അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഓൾ.